ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥുൻ. ഏസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൗലറ്റ് നിയമം അല്ലേ. അപ്പോൾ ആ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് വൻ പ്രതിഷേധങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പഞ്ചാബിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും അല്ലേ. ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലുവും ഈ രണ്ട് പേരെയും 1919 ഏപ്രിൽ 10 അല്ലേ ബ്രിട്ടീഷുകാർ റൗലറ്റ് നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ഏത് നിയമമാണ്? റൗലറ്റ് നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് പഞ്ചാബിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ഈ ഹർത്താൽ വൻതോതിൽ അക്രമാസക്തമാവുകയും വരും ദിവസങ്ങളിലെല്ലാം അക്രമാസക്തമായിക്കൊണ്ടിരുന്നു അല്ലേ. അതായത് ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ലുവിനെയും കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ ഒരു ഹർത്താൽ തുടരുമെന്നൊരു ആഹ്വാനം കൂടെ അവിടെ നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതേ തുടർന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് മറ്റ് നിർവാഹമില്ലാതെ 1919 ഏപ്രിൽ 13 ഏത് ഡേറ്റാണ്? 1919 ഏപ്രിൽ 13 പഞ്ചാബിൽ ഒരു പട്ടാള നിയമം കൊണ്ടുവരേണ്ടി വരികയാണ് അല്ലേ. പഞ്ചാബിൽ എന്നാണ് പട്ടാള നിയമം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത്? 1919 ഏപ്രിൽ 13. ഓക്കെ, ഈ പട്ടാള നിയമം നിലവിൽ വരുന്ന ദിവസം പഞ്ചാബിൽ ബൈശാഖി ആഘോഷ ദിനമായിരുന്നു. ഒരു ഫെസ്റ്റിവലായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണെന്ത്? ബൈശാഖി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈശാഖി ദിനത്തിൽ തങ്ങളുടെ നേതാക്കളെല്ലാം ഇപ്പോൾ ജയിലിലാണ് എന്ന കാരണത്താൽ അല്ലേ, ആ ഒരു ദിനം നമുക്ക് എന്ത് ചെയ്യേണ്ട? ആഘോഷമാക്കേണ്ട. പകരം അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് നമുക്കെല്ലാവർക്കും എന്ത് ചെയ്യാം? ഒത്തുചേരാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അന്നേ ദിവസം അല്ലേ 1919 ഏപ്രിൽ 13 ഈ പഞ്ചാബികൾ നാനാഭാഗത്തു നിന്നും എവിടേക്ക്? അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്തേക്ക് ഒത്തുചേർന്നു. ഈ ഒത്തുചേർന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പട്ടാള നിയമം നിലവിൽ വരുന്ന ദിവസമല്ലേ അന്ന്. ഈ ഒരു പട്ടാള നിയമത്തിന് എതിരായിരുന്നു അല്ലേ. പട്ടാള നിയമത്തിൻ്റെ കർഫ്യൂ തെറ്റിച്ചു എന്ന കാരണത്താൽ അവിടെ ഒത്തുചേർന്നവർക്ക് നേരെ അല്ലേ ബ്രിട്ടീഷുകാർ അവരുടെ വെടിക്കോപ്പുകൾ തീരുന്നത് വരെ വെടിയുതിർത്തു അല്ലേ. ഏകദേശം 1650 റൗണ്ട് വെടിവെച്ചു എന്നാണ് നമ്മൾ ചരിത്രത്തിൽ പറയുന്നത് അല്ലേ. അതായത് വെടിക്കോപ്പുകൾ തീരുന്നത് വരെ അല്ലേ. ഈ ഒരു ക്രൂരമായിട്ടുള്ള അല്ലേ കൃത്യമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന രീതിയിൽ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? 1919 ഏപ്രിൽ 13 അല്ലേ. എന്നാണ് 1919 ഏപ്രിൽ 13 ഈ ഒരു ക്രൂരകൃത്യം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെടിവെപ്പ് അല്ലേ, അപ്പോൾ ഈ ഒരു വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ ജനറൽ ഡയർ ആയിരുന്നു. ജനറൽ റെജിനാഡ് ഡയർ എന്നാണ് മുഴുവൻ പേര് അല്ലേ. എന്നാൽ ഈ ഒരു വെടിവെപ്പിന് ഉത്തരവിട്ടത് മൈക്കിൾ ഒ ഡയർ ആണ്. ഉത്തരവിട്ടതാരാണ്? മൈക്കിൾ ഒ ഡയർ നോത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് മാറിപ്പോവരുത്. അപ്പം എന്താണ് മൈക്കിൾ ഒ ഡയർ എന്ന് പറഞ്ഞാൽ അല്ലേ? മൈക്കിൾ ഒ ഡയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെടിവെപ്പിന് ഉത്തരവിട്ടതാണ് അല്ലേ. വെടിവെപ്പിന് ഉത്തരവിട്ട വ്യക്തിയാണ് ആര്? മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ക്രൗളിംഗ് നിയമം എന്ന് പറഞ്ഞാൽ റൗലറ്റ് നിയമം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ക്രൗളിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ വെടിവെപ്പിന് ഉള്ള ഉത്തരവിട്ട അല്ലേ, ആ ഉത്തരവിനെയാണ് നമ്മൾ ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു ക്രൗളിംഗ് ഓർഡർ പുറപ്പെടുവിച്ചത് ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. അപ്പം എന്താണ് വെടിവെപ്പിന് ഉത്തരവിട്ടത്, അതുപോലെ തന്നെ ഈ ഒരു ക്രൗളിംഗ് ഓർഡർ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ക്രൗളിംഗ് ഓർഡർ പുറപ്പെടുവിച്ചതും ആരാണ് ചോദിച്ചാൽ മൈക്കിൾ ഒ ഡയർ ആണ്. ഓക്കെ, എന്നാൽ ആ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാൽ ജനറൽ ഡയർ അല്ലേ. ജനറൽ റെജിനാഡ് ഡയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്രൗളിംഗ് ഓർഡർ ഉണ്ടല്ലോ, അത് നടപ്പിലാക്കിയത് ആര് ചോദിച്ചാലും ആര് തന്നെയാണ്? ഇദ്ദേഹമാണ് അല്ലേ, ജനറൽ ഡയർ അല്ലെങ്കിൽ ജനറൽ റെജിനാഡ് ഡയർ ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ ആണോ അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, രണ്ടും ഡയർ ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ എന്താ ശ്രദ്ധിച്ചൊന്ന് പഠിച്ചു വെക്കുക അല്ലേ. വെടിവെപ്പിന് ഉത്തരവിട്ടത് ക്രൗളിംഗ് ഓർഡർ പുറപ്പെടുവിച്ചത് മൈക്കിൾ ഒ ഡയർ. ഇനി വെടിവെപ്പ് നടപ്പിലാക്കിയത് അല്ലേ, വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ക്രൗളിംഗ് ഓർഡർ നടപ്പിലാക്കിയത് രണ്ട് ചോദിക്കുകയാണെങ്കിൽ ജനറൽ ആർ ഡയറുമാണ്. മാറരുത്.
അപ്പം ഇത്തരമൊരു ക്രൂരകൃത്യം ബ്രിട്ടീഷുകാരെ ഭാഗത്തു നിന്ന് ഉണ്ടായതിനെ തുടർന്ന് അല്ലേ ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്നും അല്ലേ അതായത് ഇത്തരം ക്രൂരകൃത്യം ചെയ്യുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും നമുക്ക് ലഭിച്ച യാതൊരു പദവികളും ബഹുമതികളും നമുക്ക് വേണ്ട എന്ന് ഇന്ത്യക്കാരുടെ ഭാഗത്തു നിന്ന് അല്ലേ അതായത് അത്തരത്തിൽ പലരും എന്താണ് അത്തരത്തിലുള്ള ബഹുമതികളും പദവികളും ഒക്കെ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകി. അത്തരത്തിൽ നൽകിയിട്ടുള്ള അല്ലെ പ്രധാനപ്പെട്ട പദവികളാണ് ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തതാണ് കൈസർ ഈ ഹിന്ദ് പദവി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് എടുത്തെടുത്ത് ചോദിക്കുന്നതാണ് അല്ലേ. എന്താണ് കൈസർ ഈ ഹിന്ദ് പദവി അല്ലേ. കൈസർ ഈ ഹിന്ദ് പദവി തിരിച്ചു നൽകിയത് അല്ലേ ഒന്ന് ഗാന്ധിജി അല്ലേ. ഗാന്ധിജി എന്താണ് തിരിച്ചു നൽകി. അതുപോലെ തന്നെ സരോജിനി നായിഡു രണ്ടുപേരും എന്താണ് കൈസർ ഈ ഹിന്ദ് എന്ന് പറഞ്ഞ പദവി എന്ത് ചെയ്യാണ് ബ്രിട്ടീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. ഓക്കെ, അടുത്തതാണ് സർ അല്ലെ സർ അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി അല്ലെ. സർ അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി അല്ലെ അത് തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. സർ അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി തിരിച്ചു നൽകിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ അല്ലേ. അപ്പൊ അത്തരത്തിൽ എന്താണ് ചേറ്റൂർ ശങ്കരൻ നായർ ഉണ്ട് അല്ലേ. ആരൊരു മലയാളിയാണ് അല്ലേ. അദ്ദേഹമാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. അപ്പൊ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു അംഗമായിരുന്നു ആര് അല്ലേ ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ആ ഒരു പദവിയിൽ നിന്നും എന്താണ് രാജിവെക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. അപ്പൊ എന്താണ് ഇത്തരം പദവികളാണ് ബ്രിട്ടീഷുകാർക്ക് ഇതാണ് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തിക്കാറുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ബ്രിട്ടീഷുകാർ ഭാഗത്തുനിന്ന് അതായത് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ലോകത്തിൻ്റെ ഇടയിൽ ബ്രിട്ടീഷുകാർക്കൊരു മാനക്കേടായി മാറി. അപ്പോൾ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷുകാർ നമ്മൾ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നല്ലേ പറയാറുള്ളത് അല്ലേ. അത്രയും പ്രദേശങ്ങളിൽ അവർ ബ്രിട്ടീഷുകാർ കോളനി അല്ലേ പടുത്തുയർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കോളനികളിലുള്ള ജനങ്ങളൊക്കെ ഭയക്കാൻ തുടങ്ങി. തങ്ങളുടെ ഭാഗത്തേക്കും ഇത്തരം ഒരു ക്രൂരകൃത്യം എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല അല്ലേ. അപ്പം എന്താണ് ഇതിൻ്റെ ഈ ഒരു വിഷയം അല്ലേ എന്താണ് ബ്രിട്ടീഷുകാർക്ക് തേച്ചു മാറ്റെടുക്കേണ്ടി വന്നു അല്ലേ. അത്തരത്തിൽ അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ഒരു വെടിവെപ്പിന് അല്ലേ നേതൃത്വം കൊടുത്ത വ്യക്തിയല്ലേ ജനറൽ ഡയർ അല്ലേ. ജനറൽ റെജിനാൾഡ് ഡയർ എന്ന് പറയുന്നത് അല്ലേ. ആ ജനറൽ റെജിനാൾഡ് ഡയറെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? സർവീസിൽ നിന്ന് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു. അതിനുശേഷം രണ്ടാമത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ് അല്ലേ. ആ ഒരു കമ്മീഷൻ്റെ പേരാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷനാണ് ഏതെന്ന് പറഞ്ഞാല് ഹണ്ടർ കമ്മീഷൻ. അപ്പൊ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 1852 കാലഘട്ടത്തിൽ അല്ലേ ഒരു ഹണ്ടർ കമ്മീഷൻ ഉണ്ട് അല്ലേ. നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമിച്ച കമ്മീഷനാണ് ഏത് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം പരീക്ഷ ശ്രദ്ധിക്കണം അല്ലേ. ഹണ്ടർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ചോദ്യം വരാം. അപ്പോൾ അല്ലേ എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ അല്ലേ. ബി എന്താണ് അല്ലേ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമിച്ച കമ്മീഷൻ അല്ലേ. അപ്പോൾ സി ആയിരിക്കും അതിൻ്റെ ഉത്തരം വരില്ല. എന്താണ് എ ആൻഡ് ബി അല്ലേ. അപ്പോൾ ഏതാ ഉത്തരം കൊടുക്കേണ്ടത്? എ ആൻഡ് ബി ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഹണ്ടർ കമ്മീഷൻ അല്ലേ. അപ്പോൾ രണ്ടും ശരിക്കും 2 ഹണ്ടറാണ്. ഒരു വ്യക്തിക്ക് അല്ല പല വ്യക്തികൾക്ക് എന്താ ഈ ഒരു പേരുണ്ടാവില്ലേ അല്ലേ. അപ്പം അത്തരത്തിൽ 2 ഹണ്ടർ തന്നെയാണ്. പക്ഷെ എന്താണ് ഹണ്ടർ എന്ന് പറഞ്ഞ വ്യക്തികൾ ഇതിന് അധ്യക്ഷ സ്ഥാനത്ത് വന്നതുകൊണ്ട് ഈ ഒരു കമ്മീഷന് ഹണ്ടർ കമ്മീഷൻ വന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ത്യയിൽ നിയമിച്ച ആദ്യ കമ്മീഷനും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനും ഏത് തന്നെയാണ്? ഹണ്ടർ കമ്മീഷനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു കമ്മീഷൻ എന്താണ് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാരൊന്നും എന്ത് ചെയ്യണം? വെള്ളപൂശി എടുക്കണം അല്ലേ. അപ്പോൾ അവരുടെ റിപ്പോർട്ടും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇത് വലിയ രീതിയിലൊന്നും എഫക്റ്റ് ചെയ്തിട്ടുള്ള കൂട്ടക്കൊലയൊന്നല്ല എന്ന രീതിയിലൊരു റിപ്പോർട്ടാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? അവർ വെക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരെന്താണ് വെള്ളപൂശിയിട്ടുള്ള റിപ്പോർട്ടല്ലേ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി അതായത് INCയുടെ നേതൃത്വത്തിൽ എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ അബ്ബാസ് തിയാബ്ജി ആയിരുന്നു. ആരാണ്? അബ്ബാസ് തിയാബ്ജി. ഓക്കെ എന്താണ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക അല്ലേ. എന്താണ് അബ്ബാസ് തിയാബ്ജിയിലെ എന്താണ് ചോദ്യം എന്താണ് അല്ലേ. എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് INC നിയമിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്നത്
ഓക്കെ, ഈ അബ്ബാസ് തിയാബ്ജി അധ്യക്ഷനായിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയിൽ ഗാന്ധിജിയും ഒരു അംഗമായിരുന്നു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ആ റിപ്പോർട്ട് പറഞ്ഞാൽ എന്താണ്, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു സത്യാവസ്ഥയും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, അതായത് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റിയിട്ട് എന്താണ് ചില വ്യക്തികൾ എന്താണ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിശേഷണങ്ങളും വിശേഷിപ്പിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിലുള്ള ആദ്യം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ് ആര്, ഗാന്ധിജി എന്ന് പറയുന്നത് അല്ലേ. ഗാന്ധിജി പറയാണ്, പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അതിൻ്റെ അടിത്തറ ഇളക്കി എന്നാണ് ആര് പറയുന്നത്, ഗാന്ധിജി പറയുന്നത്. എന്താണ്, പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുവെങ്കിൽ അമൃത്സർ അതിൻ്റെ അടിത്തറ ഇളക്കി എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അല്ലേ, അടുത്ത വ്യക്തിയാണ് CF ആൻഡ്രൂസ് അല്ലേ. CF ആൻഡ്രൂസ് നമ്മൾ ദീനബന്ധു എന്നൊക്കെ പറയുന്ന ആളാണല്ലോ അല്ലേ, വിശേഷമുള്ള ആളാണല്ലേ, ദീനബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണല്ലോ ആര്, CF ആൻഡ്രൂസ് അല്ലേ. അപ്പൊ CF ആൻഡ്രൂസ് പറയാണ് അല്ലേ, അതായത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ ചോദിച്ചാൽ ആരാണ്, CF ആൻഡ്രൂസ്. എന്താണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്, കശാപ്പ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ അല്ലേ. അടുത്ത വ്യക്തി ആരാണ്, വിൻസ്റ്റൺ ചർച്ചിൽ അല്ലേ. അപ്പൊ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ അല്ലേ രാക്ഷസീയ നടപടി എന്ന് വിശേഷിപ്പിച്ചത് ആരാ ചോദിച്ചാൽ ആരാണ്, വിൻസ്റ്റൺ ചർച്ചിൽ അല്ലേ. അതാണ് രാക്ഷസീയമായ നടപടി എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത വ്യക്തിയാണ് ആര്, ഡേവിഡ് കാമറൂൺ അല്ലേ. ഡേവിഡ് കാമറൂൺ അദ്ദേഹം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ ലജ്ജാവഹം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വിശേഷിപ്പിച്ചത്, ലജ്ജാവഹം. ഓക്കെ, ഇതാണ് വിശേഷണങ്ങളും വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ലേ. ഒന്നും കൂടെ പറയണേ, ശ്രദ്ധിക്കുക. ഗാന്ധിജി അല്ലേ, ഗാന്ധിജി പറയാണ്, പ്ലാസി അല്ലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടുവെങ്കിൽ അമൃത്സർ അതിന്റെ അടിത്തറ ഇളക്കി അല്ലേ. അടുത്ത വ്യക്തി CF ആൻഡ്രൂസ് അല്ലെ. CF ആൻഡ്രൂസ് എന്താണ് അല്ലെ, കശാപ്പ് അല്ലെ, എന്താണ് കശാപ്പ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അല്ലെ. വിൻസ്റ്റൺ ചർച്ചിൽ അല്ലെ, വിൻസ്റ്റൺ ചർച്ചിൽ രാക്ഷസീയ നടപടി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അടുത്ത വ്യക്തിയാണ് ആര്, ഡേവിഡ് കാമറൂൺ അല്ലെ. അദ്ദേഹം ലജ്ജാവഹം എന്നാണ് വിശേഷിപ്പിച്ചത്. ഓക്കെ അല്ലേ അല്ലേ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടല്ലേ, എന്താണ്, ഉദ്ധം സിംഗ് അല്ലേ. ആരാണ്, ഉദ്ധം സിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നമ്മൾ മൈക്കിൾ ഒ ഡയർ ഉണ്ടല്ലോ അല്ലേ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലൊക്കെ നടക്കുന്ന സമയത്ത് പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആരെന്ന് പറഞ്ഞാൽ അല്ലേ, ഇദ്ദേഹം അല്ലേ, മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മൈക്കിൾ ഒ ഡയറിനെ അല്ലേ 1940 മാർച്ച് 13 എന്നാ ഡേറ്റ്, 1940 മാർച്ച് അല്ലെ 13 അല്ലെ 13 ബ്രിട്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാല് ഉദ്ധം സിംഗ് അല്ലെ. എന്താണ്, 1940 മാർച്ച് 13 അല്ലെ ബ്രിട്ടനിലെ കാക്സ്റ്റൺ അല്ലെ, എന്താണ്, ബ്രിട്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ വെച്ചിട്ട് അല്ലെ ആരെയാണ് ശ്രദ്ധിക്കണേ, ജനറൽ ഡയറെ അല്ല, ആരെയാണ്, മൈക്കിൾ ഒ ഡയറെ വെടിവെച്ച് കൊന്ന വ്യക്തിയാണ് ആരെന്ന് പറഞ്ഞാല് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുന്നുണ്ട് അല്ലേ. 1940 അല്ലെ ജൂലൈ അല്ലെ 31 ഓർത്തിരിക്കുക. 1940 ജൂലൈ 31 എന്ത് ചെയ്തു, ഈ കാരണത്താല് ഉദ്ധം സിംഗിനെ എന്ത് ചെയ്തു, തൂക്കിലേറ്റി. അപ്പൊ മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ച് കൊന്ന വ്യക്തിയാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. 1940 മാർച്ച് 13 1940 ജൂലൈ 31 ഇദ്ദേഹത്തിനെ എന്ത് ചെയ്യാണ്, ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷുകാർ ഇക്കാരണത്താൽ എന്ത് ചെയ്തു, തൂക്കിലേറ്റും ചെയ്തു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഇത്രയും നേരം വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്